ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു SLS അക്കാഡമി. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് പുതിയ CBI ഡയറക്ടറായി നിയമിതനായത് ആരെന്ന് ചോദിച്ചാൽ ഋഷികുമാർ ശുക്ല. ക്ലിയർ. അടുത്ത പോയിന്റ്, മികച്ച ശാസ്ത്രജ്ഞനുള്ള കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ഡോക്ടർ എസ് വസുദേവ് പുരസ്കാരം നേടിയത് ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ MK ജയരാജ്. ക്ലിയർ. അടുത്ത പോയിന്റ്, ഓസ്ട്രേലിയയിലെ ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള പുരസ്കാരം എന്ന് ചോദിച്ചാൽ വിക്ടോറിയൻ പുരസ്കാരം. ക്ലിയർ ആണ്. ഏതാണ്? വിക്ടോറിയൻ പുരസ്കാരം. ഇത് 2019 ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ ഇറാൻ സ്വദേശി ബഹ്റൂസ് ബുജാനിക്കാണ് ലഭിച്ചത്. ഇദ്ദേഹത്തിന്റെ വാട്സ്ആപ്പ് കവിതയ്ക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ക്ലിയർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഏത് കൃതി എന്ന് ചോദിച്ചാൽ നോ ഫ്രണ്ട്സ് ബട്ട് ദി മൗണ്ടൻസ് റൈസിംഗ് ഫ്രം ദി മാനസ് പ്രിസൺ. ക്ലിയർ. ഇദ്ദേഹത്തിന്റെ ഈ കൃതിക്കാണ് ഓസ്ട്രേലിയ ഏറ്റവും സമ്മാനത്തുകയുള്ള പുരസ്കാരം ലഭിച്ചത്. അടുത്ത പോയിന്റ്, ഇന്ത്യ ന്യൂസിലാൻഡ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ജേതാക്കൾ ഏത് ടീം എന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. 4-1 ഇന്ത്യ ജയിച്ചത്. അപ്പൊ മാൻ ഓഫ് ദി സീരീസ് ആയത് ആരെന്ന് ചോദിച്ചാൽ മുഹമ്മദ് ഷമിയാണ്. ക്ലിയർ ആണ്. അടുത്ത ഒന്നുകൂടെ നോക്കാം. പുതിയ CBI ഡയറക്ടറായി നിയമിതനായത് ഋഷികുമാർ ശുക്ല. അടുത്ത പോയിന്റ്, മികച്ച ശാസ്ത്രജ്ഞനുള്ള കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ഡോക്ടർ എസ് വസുദേവ് പുരസ്കാരം നേടിയത് ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ MK ജയരാജ്. അടുത്ത, ഓസ്ട്രേലിയയിലെ ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള പുരസ്കാരം എന്ന് വെച്ചാൽ വിക്ടോറിയൻ പുരസ്കാരം. അത് 2019 ലഭിച്ചത് ആരെന്ന് വെച്ചാൽ ഇറാൻ സ്വദേശിയായ ബഹ്റൂസ് ബുജാനിക്കാണ് ലഭിച്ചത്. നോ ഫ്രണ്ട്സ് ബട്ട് ദി മൗണ്ടൻസ് റൈറ്റിംഗ് ഫ്രം ദി മാനസ് പ്രിസൺ എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഇത് വാട്സ്ആപ്പ് കവിതയാണ്. അടുത്ത, ഇന്ത്യ ന്യൂസിലാൻഡ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ വിജയികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. 4-1 പരമ്പര വിജയം. മാൻ ഓഫ് ദ സീരീസ് ആയി തിരഞ്ഞെടുത്തത് മുഹമ്മദ് ഷമി. ക്ലിയർ. അടുത്ത പോയിന്റിൽ പോവാം. അടുത്ത പോയിന്റ്, ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിനായി പുതുതായി ഒരു പദ്ധതി കൊണ്ടുവരാൻ തീരുമാനിച്ച ഇന്ത്യ സംസ്ഥാനം എന്ന് വെച്ചാൽ മഹാരാഷ്ട്ര. ക്ലിയറാണോ? മഹാരാഷ്ട്രയുടെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? ദേവേന്ദ്ര ഫട്നാവിസ്. ഗവർണർ ആരെന്ന് ചോദിച്ചാൽ വിദ്യാസാഗർ റാവു. ക്ലിയർ. അടുത്ത പോയിന്റ്, സ്വീഡന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ സ്റ്റീഫൻ ലോഫ്വെൻ. ക്ലിയർ. അടുത്ത പോയിന്റ്, വനസംരക്ഷണം ലക്ഷ്യമിട്ട് വനമേഖലയും അവയുടെ വിസ്തൃതിയും സാറ്റലൈറ്റ് മുഖേന നിരന്തരം നിരീക്ഷിക്കാൻ തീരുമാനിച്ച ഇന്ത്യ സംസ്ഥാനം ഏത് ചോദിച്ചാൽ ഏതാണ്? തെലങ്കാന. തെലങ്കാനയുടെ മുഖ്യമന്ത്രി അറിയാലോ ആരാണ്? ചന്ദ്രശേഖര റാവു. ഗവർണർ ആരാണ്? ESL നരസിംഹ. അടുത്ത പോയിന്റ്, മാലദ്വീപിലേക്കുള്ള പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ സഞ്ജയ് സുധീർ ആണ്. അടുത്ത, സർക്കാർ വകുപ്പിലെ കോമൺ കാറ്റഗറിയിൽപ്പെട്ട ഡ്രൈവർ തസ്തികയുടെ യൂണിഫോമിന്റെ നിറം എന്ന് ചോദിച്ചാൽ കറുപ്പ് പാന്റ് വെള്ള ഷർട്ട്. ക്ലിയർ. ഒന്നുകൂടെ നോക്കാം. ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിനായി പുതുതായി ഒരു പദ്ധതി രൂപീകരിക്കാൻ തീരുമാനിച്ച ഇന്ത്യ സംസ്ഥാനം എന്ന് വെച്ചാൽ മഹാരാഷ്ട്ര. സ്വീഡന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെന്ന് വെച്ചാൽ സ്റ്റീഫൻ ലോഫ്വെൻ. അടുത്ത, വനസംരക്ഷണം ലക്ഷ്യമിട്ട് വനമേഖലയും അവയുടെ വിസ്തൃതിയും സാറ്റലൈറ്റ് മുഖേന നിരന്തരമായി നിരീക്ഷിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം എന്ന് വെച്ചാൽ ഏതാണ്? തെലങ്കാന. അടുത്ത്, മാലദ്വീപിലേക്കുള്ള പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ നിയമിതനായത് ആരെന്ന് ചോദിച്ചാൽ സഞ്ജയ് സുധീർ. അടുത്ത പോയിന്റ്, സർക്കാർ വകുപ്പിലെ കോമൺ കാറ്റഗറിയിൽപ്പെട്ട ഡ്രൈവർ തസ്തികയുടെ യൂണിഫോമിന്റെ നിറം എന്ന് ചോദിച്ചാൽ കറുപ്പ് പാന്റും വെള്ള ഷർട്ടും. ക്ലിയർ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.